മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 52. ചുമ്മുവിൻ്റെയും തൻ്റെയും മനോഹരമായ ഒരു പെൻസിൽ ഡ്രോയിങ് പിക്ക്, അതും +2 പഠിക്കുമ്പോൾ ഉള്ളത്. സഹറിൻ്റെ പിറന്നാൾ സമ്മാനം. മേശമേലിരിക്കുന്ന ഫ്രെയിം ചെയ്ത ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വികാരം തന്നെ വന്ന് പൊതിയുന്നുവെന്ന് പങ്കുവിന് തോന്നിപ്പോയി. സങ്കടമോ സന്തോഷമോ വേദനയോ നഷ്ടബോധമോ അതോ നിസ്സഹായതയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വികാരം. ഒരു തരത്തിൽ പറഞ്ഞ ആ വേദനയ്ക്കൊരു സുഖമുണ്ടെന്ന് അവന് തോന്നിപ്പോയി. കുളിരുമുണ്ട്. വീണ്ടും വീണ്ടും ആ വേദനയെ അങ്ങനെ തന്നെ അറിയാൻ തോന്നുന്നുമുണ്ട്. പണ്ട് +2 പഠിക്കുമ്പോൾ സഹറിനെ കാണുമ്പോഴും ഇതേ വികാരമായിരുന്നു തന്നെ വന്ന് പൊതിഞ്ഞതെന്ന് പങ്കു ഓർത്തു. അവളുടെ കരിയെഴുതിയ ആ വലിയ കണ്ണുകളിൽ അങ്ങനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുമായിരുന്നു. സഹറും ചുമ്മുവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗനമായി അവൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ ഒരിഷ്ടം ഒരു ക്രഷാണോ പ്രണയമാണോ എന്ന് വേർതിരിച്ചറിയാൻ തന്നെ കൊണ്ടന്ന് കഴിഞ്ഞില്ല. ആ ഒരിഷ്ടം കൂടിക്കൂടി വന്നപ്പോഴേക്കും സഹർ തങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നു. അവളെ താൻ പൂർണ്ണമായും മറന്നിരുന്നുവെന്ന് പറയാൻ പറ്റുകയില്ല. ഓർക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. എങ്കിലും ഇനി ഒരിക്കലും അവളെ കണ്ടുമുട്ടുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നീടാണ് പഠനം പൂർത്തിയാക്കിയതും മേലിടത്തെ ഓഫീസിൽ ജോലിക്ക് കയറി പറ്റിയതും അവിടെ വെച്ച് രാഗിയെ കണ്ടുമുട്ടിയതും അവളുമായി പ്രണയത്തിലാവുന്ന ഒക്കെ. ഇഷ്ടം തന്നെയായിരുന്നു രാഗിയോടും. കെട്ടിക്കൂടെ പൊറപ്പിക്കണം എന്ന് തോന്നിയ ഒരിഷ്ടം. പക്ഷേ അവൾക്ക് വലുത് കാശും കാര്യമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. രാഗിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഒരു തരത്തിലുള്ള അമർഷം തോന്നി തുടങ്ങുന്നതെന്ന് പങ്കുവിനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താണ് ആ ഫോട്ടോയിൽ ഇത്രയും കാണാനുള്ളത്? കുളിയും കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും മടങ്ങി വന്നത്. ഒപ്പം ഫോട്ടോയിൽ നിന്നും കണ്ണുകൾ മാറ്റിയതും. സഹർ തന്ന ഗിഫ്റ്റ് പൊളിയല്ലേ ചുമ്മു? ഒരിക്കൽ കൂടി ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പങ്കു അവൾക്ക് നേരെ തിരിഞ്ഞു. പിന്നല്ലാതെ ആ പെണ്ണിന് വരയുടെ നൊസ്സുണ്ടെന്ന് പണ്ടേ നമുക്കറിയാവുന്ന കാര്യമല്ലേ. നനഞ്ഞ മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാവം, അതിനാരുമില്ല. സ്വയം അറിയാതെയാണ് പങ്കു അത് പറഞ്ഞു പോയത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം അവന് മനസ്സിലായത് പോലും. ആരുമില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോടാ, ഇവിടെ ആകുമ്പോൾ വീട് നിറച്ച ആൾക്കാരില്ലേ. രാവിലെ തന്നെ ചുമ്മാ അവനിട്ടൊരു കുത്തു കൊടുത്തു. എടി, നീ എന്തൊക്കെയായി വിളിച്ചു പോകുന്നത്? അച്ചമ്മ വല്ലതും കേൾക്കണം. അവനാവെ പരിഭ്രമത്തിലായി. അതിനിപ്പോൾ അച്ചമ്മ കേട്ട എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. ആരുമില്ല കുത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും നല്ല മുസ്ലിം ചെക്കന്മാരെ കണ്ടുപിടിച്ച് അവളുടെ കെട്ടി നടത്തി കൊടുക്കുകയും ചെയ്യും. ക്രോപ്പ് ടോപ്പ് ടീഷർട്ടിന് മുകളിൽ കൂടി ഒരു ജീനിൻ്റെ ഓവർകോട്ട് എടുത്തിട്ടിട്ട് അവൾ പങ്കുവിനെ ഒളിക്കണ്ണിട്ടെന്ന് നോക്കി. ഇഞ്ചി കടിച്ച കുരുങ്ങൻ്റേതുപോലെയുള്ള ചെക്കൻ്റെ മുഖഭാവം കണ്ടപ്പോഴേക്കും ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും അവളത് സമർത്ഥമായി മറച്ചു പിടിച്ചു. ഓ അങ്ങനെ. ചെക്കനിൽ ഒരു നെടുവീർപ്പുയർന്നു. അങ്ങനെ തന്നെ. അല്ല, നീ എന്തെങ്കിലും കൂടുതൽ പ്രതീക്ഷിച്ചോ പങ്കു? പെണ്ണൊന്ന് ആക്കി ചിരിച്ചു. ഞാനെന്ത് പ്രതീക്ഷിക്കാനാ? മുഖത്തെ കള്ളത്തരം മറച്ചു പിടിക്കാൻ പാടുപെട്ടുകൊണ്ട് പങ്കു അപ്പം തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. തുറന്ന് സമ്മതിച്ചു തരരുത്. പങ്കുവിൻ്റെ പോക്കും നോക്കി നിന്നുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞ് ലാപ്ടോപ്പ് ബാഗും എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോൾ പെണ്ണിന് വല്ലാത്ത സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു തനിക്ക് സഹറിനെ. അവളെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയെ പങ്കുവിന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി താനും പലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുമുണ്ട്. പക്ഷെ അവൻ്റെ ഈ മൗനമാണ് ആകെ കുഴപ്പം. ചെക്കനൊന്ന് തുറന്നു പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ചുമ്മു. പങ്കുവിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോഴാണ് നാരായണിയമ്മയുടെ വിളി അവളെ തേടിച്ചെന്നത്. എന്താ അമ്പോറ്റിയമ്മേ? സംശയത്തോടെ അവളുടെ അടുത്തേക്ക് കാലുകൾ നീക്കിയവൾ കണ്ടു സോഫയിൽ നാരായണിയമ്മയുടെ അടുത്തായിരിക്കുന്ന കണ്ണനെയും. കല്യാണത്തിന് ഇനി 20 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ, ഓർമ്മയുണ്ടോ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. ചുമ്മു മൂളിക്കേട്ടു. കെട്ടിന് മുന്നേ തന്നെ നീയും കണ്ണനും കൂടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ഒരുമിച്ച് വിളക്ക് തെളിയിക്കണം. മേലിടത്തെ ആചാരമാണത്.
മുഖത്തെ കണ്ണാടി മൂക്കിന് മുകളിലേക്ക് ഒന്നും കൂടി കയറ്റി വെച്ചിട്ട് അവർ ചുമ്മുവിനെ നോക്കി വീണ്ടും ഗൗരവത്തിൽ തുടർന്നു. ഉവ്വ്, അറിയാമെന്നുള്ള രീതിയിൽ അവൾ തലയാട്ടി സമ്മതിച്ചു. അനുമോനും അവൻ്റെ പെണ്ണും ഇന്ന് വൈകിട്ടത്തേക്ക് ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നാളെ രാവിലത്തെ നിർമ്മാല്യം കണ്ട് വൈകിട്ടത്തേക്ക് തിരിച്ചു വരുമെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുമെങ്കിൽ അവരുടെ കൂടെ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യമുള്ള ഒരു ദിവസം പോയിട്ട് വരണം. എന്തു പറയുന്നു? അവർ നേരെ തന്നെ ചോദിച്ചു. ചുമ്മു അപ്പോൾ നോക്കിയത് മാധവിൻ്റെ മുഖത്തേക്കായിരുന്നു. അവിടെ ഒരു കള്ളച്ചിരി ഉണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. 2 ദിവസത്തെ ട്രിപ്പാണ്. ഏതോലും റിസോർട്ടിൽ നൈറ്റ് സ്റ്റേയും ചെയ്യേണ്ടി വരും. ഇങ്ങേരുടെ കൂടെ പോയാൽ മനുഷ്യൻ ബോറടിച്ച് ചാവും. അല്ലെങ്കിൽ കെട്ടിന് മുന്നേ തന്നെ ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കാവും. അതുകൊണ്ട് തന്നെ അനുവേട്ടൻ്റെയും കാർത്തൂൻ്റെയും കൂടെ പോകുന്നതായിരിക്കും നല്ലത്. അവളുടെ മനസ്സ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൊടുന്നനെ കണ്ണൻ എന്തോ പറയാൻ പോകുന്നെന്ന് തോന്നിയതും ചുമ്മു പെട്ടെന്നിടയിൽ ചാടി കയറി പറഞ്ഞു. കാരണം അവരുടെ കൂടെ പോയാൽ ബോറടിക്കാതെ തിരിച്ചു വരാം എന്നൊരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. കണ്ണ, എന്നാ പിന്നെ നീ 2 ദിവസത്തേക്ക് ലീവ് എടുക്ക്. പോക്കൊരുമിച്ചാവുമ്പോൾ അത് നിങ്ങൾക്ക് 2 കൂട്ടർക്കും നല്ലതല്ലേ? നാരായണിയമ്മ ആ ഒരു ചോദ്യം മുന്നിലേക്കിട്ട് സംസാരം അവിടെ അവസാനിപ്പിച്ചു. ശരി, ഞാൻ ലീവ് എടുത്തോളാം. മാധവ് അവൻ്റെ അഭിപ്രായം പറഞ്ഞതോടുകൂടി ചുമ്മു പെട്ടെന്ന് അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അകത്തേക്ക് വലിഞ്ഞു. അനുവേട്ടാ, നമുക്കെല്ലാവർക്കും കൂടി ഒരു കാറിൽ പോയാൽ മതി കേട്ടോ. കുടുംബക്ഷേത്രത്തിലേക്ക് പോകുവാനായി തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചുമ്മു അനിരുദ്ധനെ കണ്ട് ശട്ടം കെട്ടി. അങ്ങനെ പോകാടി. അവൻ സമ്മതം പറഞ്ഞതും പകുതി ജയിച്ചെന്നുള്ളൊരു സന്തോഷം അവളിൽ വന്ന് നിറഞ്ഞു. വൈകിട്ട് 6 മണി കഴിഞ്ഞതും ഒരു ദിവസത്തേക്കുള്ള ലഗേജ് പാക്ക് ചെയ്ത് അവർ മൂവരും തറവാട്ടിൽ നിന്നും പോകുവാനായി ഇറങ്ങി. ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾക്ക് വേണ്ടി റിസോർട്ട് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മാനേജറിനെ അപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തോണം. കാർത്തികയുടെ അച്ഛൻ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരുമായിരിക്കും. ഇവിടെ നിന്നാരും കൂടെ വരേണ്ടതെന്ന് നീ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് മോനെ നിങ്ങളെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ ഡ്രൈവറിനെയെങ്കിലും കൂട്ടിന് വിട്ടേനെ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പൊക്കോണം. ചുമ്മൂനെയും കാർത്തികയും ശ്രദ്ധിച്ചോണം. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് തന്നെ നാരായണി അമ്മയുടെ ഉപദേശങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവർക്ക് നേരിടേണ്ടി വന്നു. അതിനെയെല്ലാം തലയാട്ടി സമ്മതം മൂളിയിട്ട് വണ്ടിയുടെ പിൻസീറ്റിൽ കയറിയിരിക്കുമ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അനുവേട്ടൻ്റെ മുഖത്തെ സന്തോഷം ചുമ്മു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വല്ലാത്തൊരു ധൃതിയായിരുന്നു ഏട്ടൻ്റെ ചലനങ്ങളിൽ. ആള് ഫോണിൽ എന്തോ ചാറ്റ് ചെയ്യുകയാണ്. എടി, എൻ്റെ ഏട്ടനെ ഒറ്റയ്ക്കാക്കല്ല്. അനുവേട്ടൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിൻഡോയിൽ കൂടി അകത്തേക്ക് തലയിട്ടുകൊണ്ട് പങ്കു അത് പറഞ്ഞത്. നിന്റെ കോട്ടനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? അത്രയ്ക്ക് പേടിയാണെങ്കിൽ അങ്ങോട്ട് സെക്യൂരിറ്റി ആയിട്ട് നീയും കൂടെ വാ. കിട്ടിയ അവസരം പാഴാക്കാതെ അവൻ്റെ കാളിൽ ഒരടാറ് കടി കൊടുത്ത് പെണ്ണ്. ആടി, നീ എന്താടി പട്ടിയുടെ ജന്മവോ? കാർ വിൻഡോയിൽ കൂടി തല പുറത്തേക്കെടുത്തിട്ട് കടിച്ചിട അവൻ അമർത്തി തിരുമ്മി. ആടാ. പെണ്ണവനെ നോക്കി കണ്ണുരുട്ടി. അല്ല പിന്നെ, ഒരു ദിവസം മുഴുവനും കാണാതെ ഇരിക്കേണ്ടത് ഈ മുതലിനെ. ഇങ്ങനൊരു മാറി നിൽക്കൽ ജനിച്ചു കഴിച്ച പിന്നെ ആദ്യമായിട്ടാ. ചെക്കനും സങ്കടമുണ്ട്. മിണ്ടാതെ കടിച്ചു പിടിച്ച് നിൽക്കുവാണെന്ന് കണ്ടാ അറിയാം. മുഖവും വീർപ്പിച്ചു നിൽക്കുന്ന പങ്കുവിനെ നോക്കി അവൾ പുച്ഛം വാരി വിതറി. ഉള്ളിലുള്ള സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട്. ഇരുട്ടാൻ നിൽക്കണ്ട, വേഗം ഇറങ്ങാൻ നോക്ക്. സാവിത്രി കരുതലോടെ നിർദ്ദേശിച്ചതും മേലേടത്തെ മുറ്റത്ത് കൂടി നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ണൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു. ഗേറ്റ് കടക്കാറായതും ചുമ്മു മാത്രം വിൻഡോയിൽ കൂടി തലയിട്ട് പിന്നിലേക്ക് നോക്കി. എല്ലാവരുടെയും മുന്നിൽ പങ്കു നിപ്പുണ്ട്, ഒറ്റയ്ക്ക്, സങ്കടത്തോടെ. ആദ്യമായിട്ട് ചുമ്മുവിന് അവനെ ഓർത്ത് വേദന തോന്നി. ഈശ്വര, കണ്ണേട്ടനെ അല്ലാതെ പുറത്തുള്ള ഒരുവനെ താൻ വിവാഹം കഴിച്ച എൻ്റെ പങ്കുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സീറ്റിലേക്ക് തല ചേർത്ത് പിടിച്ചുകൊണ്ട് ആശങ്കയോടെ പെണ്ണവൾ ചിന്തിച്ചു. വേണ്ട, അവനെ പിരിഞ്ഞിരിക്കാൻ തന്നെക്കൊണ്ട് ഈ ജന്മം കഴിയുകയില്ല. അവന് വേണ്ടിയെങ്കിലും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും കണ്ണേട്ടനുമായിട്ടുള്ള തൻ്റെ കല്യാണം നടക്കണം. മറ്റൊന്നും താനിപ്പോൾ ആലോചിക്കുന്നില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് നടക്കട്ടെ. ആദ്യമായിട്ട് ചുമ്മു മനസ്സുകൊണ്ട് ചിന്തിച്ചു. അവൾ കണ്ണുകൾ അടച്ചു കിടന്നതും അതൊരു മയക്കത്തിലേക്ക് നീണ്ടുപോയി. എന്തു വേണം പറയുവാൻ. എടി വേദു, എന്തൊരു ഉറക്കാടിയത്, ഇങ്ങോട്ട് എഴുന്നേറ്റേ.
ആരോ അടുത്തിരുന്നു കൊണ്ട് തട്ടി വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ചുമ്മാ പൊടുന്നനെ ഞെട്ടി എഴുന്നേറ്റത്. കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയവ കാണുന്നത് തൻ്റെ അരികിലായിരിക്കുന്ന കാർത്തികയാണ്. നീയോ? അവളൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നേരെയിരുന്നു. എന്നിട്ട് കൈവെള്ള കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു. സോറി ഡി, ഉറങ്ങിപ്പോയി. കാർത്തികയെ നോക്കിക്കൊണ്ട് അവൾ പല്ല് 32 വെളിയിൽ കാട്ടി ചിരിച്ചു. എന്നാൽ എന്തൊരുറക്കാ പെണ്ണേ ഇത്, മണി എത്രയെന്ന് വല്ല വിചാരവും ഉണ്ടോ? കാർത്തുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഇടത്തെ കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിലേക്ക് പെണ്ണിൻ്റെ കണ്ണുകൾ പൊടുന്നനെ നീണ്ടത്. കൃഷ്ണ, 9 മണിയായോ? സമയം നോക്കിയതും അത് ഉറപ്പിക്കാൻ വേണ്ടി വിൻഡോ ഗ്ലാസിന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയവൾ. ആ, മണി 9 വല്ലതും കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തണമെങ്കിൽ നീ ഒന്ന് എഴുന്നേക്കണ്ടേ? കാർത്തിക അവളുടെ കൈ കവർന്നുകൊണ്ട് ചോദിച്ചു. ചിമ്മു വെറുതെ മുന്നിലേക്ക് നോക്കി. കണ്ണേട്ടനാണ് ഇപ്പോഴും ഡ്രൈവിംഗ്. അനുവേട്ടൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടി കാർത്തു, നിന്റെ അച്ഛൻ വരുമെന്ന് വേണ്ടിട്ട് എന്താ വരാഞ്ഞേ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്പൂറ്റിയമ്മ പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ ചുമ്മു പെട്ടെന്ന് ചോദിച്ചു. പോടി ഒന്ന്, എന്തൊരു ദുരന്തമാടി നീ. ആകപ്പാടെ നമുക്ക് അടിച്ചു പൊളിക്കാൻ കെട്ടിന് മുന്നേ ആറ്റ നോറ്റ് കിട്ടിയ സമയം ഇത്. അതിലേക്ക് അച്ഛന്മാരെയൊക്കെ വലിച്ചിട്ടുകൊണ്ട് വന്ന നമ്മുടെ ഉള്ള എൻജോയ്മെൻറ്റ് എന്തിനാടി കളയുന്നത്? നീ എന്തൊരു അൺറൊമാൻറ്റിക് മൂരിയാച്ചിയാടി. കാര്യം അമ്പലത്തിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞാലും ഇതൊരു മിനി ഹണിമൂൺ ആണടി നമുക്ക്. കാർത്തിക ചെവിയോരം പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും കണ്ണും വീഴ്ചിരിക്കാൻ മാത്രമേ ചുമ്മുവിന് കഴിഞ്ഞുള്ളൂ. ഈശ്വര, ഈ ലവേഴ്സിൻ്റെ കൂടെ ഇറങ്ങാൻ കണ്ട സമയം. അവൾ ആശങ്കയോടെ മനസ്സിൽ കരുതി സ്വയം തലക്കിട്ടൊന്നടിച്ചു. കരാട്ടയും കളരിയാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ, കുറച്ചൊക്കെ വിവരവും ബോധവും വേണം. കെട്ടാൻ പോണ ചെക്കനുമായിട്ട് വണ്ടിയിട്ട് പോറാൻ വീട്ടുകാരായിട്ട് ഒരവസരം തന്നതിന് മുട്ടിപ്പായൊന്ന് പ്രാർത്ഥിക്കാൻ നോക്കടി. അതും പറഞ്ഞുകൊണ്ട് മുൻ സീറ്റിലിരിക്കുന്ന അനുവേട്ടൻ നോക്കി വെള്ളമിറക്കുന്നവളെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ രൂപം പെണ്ണിന് പെട്ടെന്ന് പിടികിട്ടിയിരുന്നു. ഇവള് കൂട്ടുണ്ടല്ലോ എന്ന് സമാധാനിച്ച് ഇതിന് പുറപ്പെട്ട എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സെപ്പറേറ്റ് വണ്ടി വന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ കൃഷ്ണ. ആദ്യമായി ഒരു തെറ്റായ തീരുമാനം എടുത്തതിൻ്റെ നിരാശയിലായിരുന്നു ചുമ്മു അപ്പോൾ. കാത്തിരിക്കുക കേട്ടോ.